അങ്ങനെ വർഷങ്ങളുടെ ചരിത്രം തിരുത്തി കുറിച്ച് ഇന്ത്യ ലോകകപ്പ് വീണ്ടും നേടിയിരിക്കുകയാണ്. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും. അതുപോലത്തെ ത്രില്ലിംഗ് മത്സരമായിരുന്നു ഇന്നത്തേത്. തോറ്റ കളിയാണ് ഇന്ത്യ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ക്ലാസന്റെ ഒരൊറ്റ ഓവറിൽ കളി ഇന്ത്യയുടെ കൈവിട്ടു പോയതായിരുന്നു. പിന്നീട് ഇന്ത്യ കളി തിരിച്ചു പിടിച്ചു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 7 റൺസിന്റെ വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ന് കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ല, കളി ജയിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ തോറ്റ കളിയായിരുന്നു. പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയുമാണ് കളി തിരിച്ചു പിടിച്ചത്. അതുകൊണ്ട് കളിയിലെ ക്രെഡിറ്റ് അവർക്കുള്ളതാണ്. ക്ലാസിന്റെ വെടിക്കെട്ടിൽ കളി ഞങ്ങൾ തോറ്റതായിരുന്നു, എന്നാൽ പിന്നീട് ഞങ്ങൾ കളി തിരിച്ചു പിടിച്ചു. ഇതുപോലത്തെ ഒരു വിജയം എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു വേൾഡ് കപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഹാർഡ് വർക്കിന്റെ വിജയമാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ അവസരം കിട്ടാത്ത ഒരുപാട് താരങ്ങളുണ്ട്, ജയ്സ്വാൾ, സഞ്ജു, ചഹൽ തുടങ്ങിയവർ. അതുകൊണ്ട് ഈ ഒരു വിജയം ഞാൻ അവർക്ക് സമർപ്പിക്കുന്നു. ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. കോഹ്ലി ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് വിജയം സമ്മാനിച്ചത് കോഹ്ലിയാണ്. മികച്ചൊരു ടാർഗറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ബൗളിംഗിൽ കളി പിടിക്കാൻ സാധിക്കില്ലായിരുന്നു. സ്പിന്നേഴ്സിന് ഇന്ന് വലിയ രീതിയിൽ അടികിട്ടി. എങ്കിലും പേസർമാർ കളി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഇന്ത്യക്കാർക്കും ഞങ്ങൾ നന്ദി പറയുന്നുവെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. ധോണിക്ക് ശേഷം ആ ക്രെഡിറ്റ് രോഹിത് ശർമ്മ നേടിയിരിക്കുകയാണ്. രോഹിത് എന്ന ക്യാപ്റ്റൻ ഇനി ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും. ശരിക്കും ഇന്ന് സൗത്ത് ആഫ്രിക്ക ജയിക്കേണ്ട മത്സരമായിരുന്നു. 30 ബോളിൽ 30 റൺസ് മാത്രമേ അവർക്ക് ജയിക്കാൻ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്താണ് ക്ലാസിനെ പുറത്താക്കി കളി ഇന്ത്യ തിരിച്ചു പിടിച്ചത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.